തീർച്ചയായും. അതിനുമുമ്പ് നമ്മുടെ BJP പ്രതിനിധി പറഞ്ഞ കാര്യം, അദ്ദേഹം ഈ കേരളം ഇന്ത്യയുടെ ഭാഗമാണ്, പക്ഷേ ഈ കേരളം മാത്രമല്ല ഇന്ത്യ. ഉത്തർപ്രദേശ് എന്തൊരു സംസ്ഥാനമുണ്ട്. കോവിഡ് വന്നപ്പോൾ ആളുകളെ ബുൾഡോസർ കൊണ്ട് വെച്ച് അരിച്ച് പറക്കി ഗംഗയെക്കൂട്ട് തള്ളുകയായിരുന്നു. അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമൊന്നും ഫങ്ഷനല്ല. ഇന്ത്യയിൽ ഒരുവിധം നന്നായി നടക്കുന്നൊരു സ്ഥാപനം ഇതുള്ളത് കേരളത്തിലാണ്. പോയി നോക്കുക. നിങ്ങൾ ഈ പറയുന്ന മറ്റുള്ള പ്രദേശങ്ങളോട് തട്ടിച്ച് നോക്കിയിട്ട് വേണം കേരളത്തെ കാണാൻ. ഈ കേരളത്തിലുണ്ടായ നേട്ടത്തെ നിങ്ങൾ ഇപ്പോൾ BJP അധികാരത്തിൽ വന്ന് കേരളത്തെ മെച്ചമാക്കുകയാണെന്നാണെങ്കിൽ കേരളത്തെ UP-യിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. അത്തരം ആദിത്യനാഥിൻ്റെ ഭരണത്തിൻ്റെ ഒരു മാതൃകയാണോ അദ്ദേഹം കേരളത്തെ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം കേരളത്തെ മെച്ചപ്പെടുത്തുമെന്ന് പറയുന്നത്, ചന്ദ്രശേഖരൻ പറയുന്നത് ഗുജറാത്തിൻ്റെ മേഖലയിൽ കൊണ്ടുപോകുന്നതാണോ? അവിടെയൊന്നും ഗ്രാമീണ ആശുപത്രികളേ ഇല്ല. പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ കഥ പറയുകയും വേണ്ട, അതവിടെ നിർത്തുകയാണ്. രണ്ടാമത് താങ്കൾ ചോദിച്ച വളരെ കൺസ്ട്രക്റ്റീവായൊരു ചോദ്യം. അതായത് ഡോക്ടർ വളരെ കൃത്യമായിട്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർ പോയെങ്കിലും അതിനെ തുടർന്ന് വന്ന ധാരാളം ചട്ടങ്ങളും നിയമങ്ങളും, ഇടയ്ക്കിടയ്ക്ക് കുറേ പരിഷ്കാരങ്ങൾ വന്നു, ഭരണപരിഷ്കാര കമ്മീഷൻ വന്നു. ആ മാറ്റങ്ങൾ കുറേശ്ശെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഈ സംശയിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരെ സംശയിക്കുന്ന രീതിയിലാണ് ചട്ടങ്ങളുടെ നില. അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ നടപടിയെടുക്കാൻ പലരും തയ്യാറല്ല. ഇപ്പോൾ ഈ ഇടിച്ചു കളയാറുള്ള കെട്ടിടങ്ങൾ അപ്പം തന്നെ ഇടിച്ചു കളയുക എന്നുള്ളതിലേക്ക് ഇതൊരു പാഠം ഗവൺമെൻറ്റിന് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. മാത്രമല്ല ഈ അവിടെ അത്തരം കണ്ടം ചെയ്ത് കഴിഞ്ഞ കെട്ടിടത്തിലേക്ക് ആളുകൾ പോവുക എന്നുള്ളത് അത് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള പിഴവാണ്. അത്തരത്തെ പിഴവുകൾ അടയ്ക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞു, മന്ത്രിമാരുടെ വർത്തമാനമല്ല റെസ്ക്യൂ ഓപ്പറേഷൻ തടസ്സപ്പെട്ടതെന്നും അവിടേക്ക് എത്താനുള്ള വലിയ റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സ് എത്താനുള്ള തരത്തിൽ അത് കെട്ടിടം ഇടിച്ചിട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ അതിൻ്റെ ആ കൺസ്ട്രക്ഷനാണ്. ഒരു കാലത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ ചെയ്യണം. ആധുനിക കാലത്ത് ഇതിനെല്ലാം സംവിധാനങ്ങളുണ്ട്. അതിനുകൂടെ പരിഗണിച്ച് വേണം കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ. ആശുപത്രികളുടെ ഒരു അവസ്ഥ നമ്മൾ ഇത്രയും പറയുമ്പോഴും ഈ നമ്മുടെ കേരളത്തിൻ്റെ മോർബിഡിറ്റി റേറ്റ് അതായത് രോഗാതുരത വളരെ കൂടുതലാണ്. രോഗങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനം ഉള്ളപ്പോൾ തന്നെ പകർച്ചവ്യാധികൾ ധാരാളമായി വരുന്നുണ്ട്. ഈ എല്ലാ പകർച്ചവ്യാധി കാലത്തും ഇത്രയേറെ ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ട് രാപകൽ ഉറങ്ങാതെ കണ്ണു തുറന്നിരിക്കുന്ന ഒരു ഹെൽത്ത് സിസ്റ്റം നമുക്കുണ്ട്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ. ആ ആളുകളെ മുഴുവനും നമ്മൾ നിഷേധിച്ച് കളയരുത്, അവരാകെ കുഴപ്പത്തിലാക്കി കളയരുത്. അവരുടെ ആ ത്യാഗത്തെയും ജനങ്ങളുടെ ആവശ്യത്തെയും ഉൾക്കൊണ്ടുകൊണ്ടും സംസ്ഥാനത്തിൻ്റെ ശേഷി, അതിന് കേന്ദ്രത്തിനും പങ്കുണ്ട്. കേന്ദ്രം അനുവദിക്കേണ്ട ഫണ്ടുകൾ സമയം കൊടുത്തുകൊണ്ടും കേരളം വികസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കൊടുക്കാനുള്ള ഫണ്ട് ഇല്ലാതാക്കിയും കൊണ്ടല്ല ഇത് പരിഹരിക്കേണ്ടത്. ഇത്തരം രാഷ്ട്രീയമായ ആരോപണം നടത്തുമ്പോഴും വികസനത്തിന്റെ കാര്യത്തിൽ ഒരു കൺസെൻസസ് വേണം. അത് കൺസ്ട്രക്റ്റീവായ ഒരു പൊളിറ്റിക്സിന് ആവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി.